കോഴിക്കോട് രാമനാട്ടുകരയിൽ ബംഗാളിയായ 15-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി ഒരാൾ മാത്രമെന്ന പോലീസ് വാദം തള്ളി പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം. കുട്ടിയെ അകാരണമായി കുടുംബത്തിൽ നിന്ന് മറയ്ക്കുകയാണെന്നും കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കേസിലെ മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, അതായത് ഒരാൾ മാത്രമാണ് കുട്ടിയെ പീഡിപ്പിച്ചത് എന്ന വാർത്ത തള്ളുകയാണ്, എന്നാൽ പോലീസിൻ്റെ വാദം തള്ളുകയാണ് കുടുംബം. മറ്റൊന്ന്, ഈ അകാരണമായി കുടുംബത്തിൽ നിന്ന് മറച്ചു പിടിക്കുന്നു ഈ കുട്ടിയെ, അതായത് കുട്ടിയെ ചോദ്യം ചെയ്ത രീതിയോ അല്ലെങ്കിൽ കുട്ടിയെ എന്തുകൊണ്ട് മറച്ചു പിടിക്കുന്നു എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണരാജ്, ഈ കേസുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതയാണ് നിലനിൽക്കുന്നത്. അതായത് കുട്ടിയുടെ ഈ 15 വയസ്സുകാരിയുടെ കുടുംബം പറയുന്ന കഥയുടെ നേർ വിപരീതമായൊരു കഥയാണ് പോലീസ് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഈ 19-ാം തീയതി കുട്ടിയെ കാണാതാകുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഒരു 4 അംഗ സംഘടമടങ്ങുന്ന ആളുകൾ ഒരു കാറിൽ ഈ കുട്ടിയുടെ വീടിനടുത്ത് കൊണ്ടുവിടുന്നു. അതിനുശേഷം ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ദേഹമാസകലം മുറിവേറ്റ് ചോരയൊലിപ്പിച്ച നിലയിലായിരുന്നു പെൺകുട്ടി. ഈ പെൺകുട്ടിയാണ് അന്ന് മാതാപിതാക്കളോടും അതുപോലെ തന്നെ ചുറ്റും കൂടി നിന്നവരോടും തന്നെ ഇത്തരത്തിൽ ബലാത്സംഗത്തിന് ഇരയാക്കി 4-ലധികം പേരുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടിയാണ് ഈ മാതാപിതാക്കളോടും അവിടെ കൂടി നിന്നവരോടും ഒക്കെ തന്നെ അന്ന് പറഞ്ഞിരുന്നത്. തനിക്ക് മയക്കുമരുന്ന് നൽകി എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് പെൺകുട്ടി പറഞ്ഞിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസ് ആ ഭാഗത്തുണ്ടായിരുന്നു. അവരെത്തി ഈ പെൺകുട്ടി അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം ഇതുവരെ ഈ പെൺകുട്ടിയെ മാതാപിതാക്കളെ കാണിച്ചില്ല, അവരോട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ഇതിപ്പോൾ മാതാപിതാക്കൾ പറയുന്നത് തങ്ങൾക്ക് തങ്ങളുടെ കുട്ടിയെ കാണണം, എന്തുകൊണ്ടാണ് പോലീസ് തങ്ങളിൽ നിന്ന് കുട്ടിയെ മറയ്ക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ചോദിക്കുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് ഈ പെൺകുട്ടി അതായത് ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല, പെൺകുട്ടിയുടെ ആൺസുഹൃത്ത് മാത്രമാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ്. പക്ഷെ അപ്പോൾ പോലും ഈ കഥയിൽ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടുള്ള വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ പ്രതിയായിട്ടുള്ള റിയാസ് എന്ന് പറയുന്ന ആളെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളടക്കം പോലീസിനോട് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്ന ഇത്തരത്തിലൊരു കാര്യം ചെയ്ത ഈ റിയാസ് എന്ന് പറയുന്ന 28 വയസ്സുള്ള ആളുടെ ഫോട്ടോയോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ രാമനാട്ടുകര പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അതിലെന്തുകൊണ്ടാണ് ഒരു ദുരൂഹത? ഇതിനോടകം തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കേണ്ടതാണ്, പക്ഷെ അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതിലൊരു ഒളിച്ചുകളി പോലീസ് നടത്തുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല. കാരണം ആരെയോ സംരക്ഷിക്കാനുള്ള ഒരു നടപടി അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട്. നിലവിൽ പോലീസ് ഈ റിയാസിന്റെ സുഹൃത്തിനെ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് റിയാസിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇന്നലെ ഈ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്ന് പറയുന്ന കെട്ടിടത്തിലെ CCTV ദൃശ്യം ഈ റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിലെ കിണറിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട നഗ്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ ആ ഹാർഡ് ഡിസ്കിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് ഇന്നലെ ഈ സ്കൂബ ഡൈവിംഗ് സംഘമൊക്കെ എത്തി ഈ റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ എന്ന് പറയുന്ന ഈ റിയാസിനെ കുറിച്ച് അയാളുടെ ഫോട്ടോ വിടാൻ എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം തയ്യാറാകാത്തത്? അത് ദുരൂഹമാണ്. മറ്റൊന്ന്, ഈ പെൺകുട്ടിയെ ഇത്ര ദിവസമായിട്ടും ഈ കുട്ടിയുടെ കുടുംബത്തിന് ഈ മാതാവിനെ ഒന്ന് കാണാനുള്ള ഒരു അനുവാദം പോലീസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പോലീസിന്റെ കയ്യിൽ മറുപടിയില്ല. ഈ സംഭവം മനുഷ്യമൃഗത്തെ ഇനിയും പിടികൂടാനായില്ല. മറ്റൊന്ന്, ഈ കുട്ടിയെ എന്തിനു മറച്ചു പിടിക്കുന്നു? 2 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അനഘ ഹർഷാണ് വിവരങ്ങൾ നൽകിയത്.